എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ ഒരു ഈവനിങ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അമ്മയുടെ കുറച്ച് ടൈൽസിൻ്റെ പണികൾ ആണ്. അത് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അമ്മ ഒടുക്കം ടൈൽസിലും കൈ വെച്ചു കേട്ടോ. എന്നിട്ടാണ് അമ്മ പോയത്. ഇത് ഞങ്ങൾ ശനിയാഴ്ച എടുത്ത വീഡിയോ ആണ്. അപ്പം അമ്മ ഞായറാഴ്ച പോവാന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അനിയൻ ഞായറാഴ്ച വരും അമ്മേനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പം അമ്മ പോണേൻ്റെ മുന്നേ ഇതും കൂടി ഒന്ന് ചെയ്തിട്ട് പോവാം എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് വീടിൻ്റെ പിൻഭാഗത്ത് പാത്രങ്ങൾ കഴുകണ കൊട്ടത്തളാണ്. അത് പൊട്ടിയിട്ട് കുറച്ച് ദിവസമായി കിടക്കുന്നു. അതിൻ്റെ ഉള്ളിലെ ടൈൽസൊക്കെ പൊട്ടിപ്പോയിരുന്നു. ഇത് വീട് പണിയുള്ള സമയത്ത് ഒരു 15 വർഷം മുന്നേത്തെ ടൈൽസുകളൊക്കെ കഴുകിയിട്ട് ഞാൻ വിറക് പെരയിൽ വെച്ചതാണ് കേട്ടോ. വലിയ വലിയ ടൈൽസ് മാത്രം, പൊട്ടിയ ടൈൽസ് കഷ്ണങ്ങളൊക്കെ കഴുകി ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ്. അപ്പം അമ്മ പറഞ്ഞു അത് എടുത്തിട്ട് നമുക്ക് ഈ കൊട്ടത്തളത്തിൽ ഇടാം, അതിനൊരാളുടെ ആവശ്യമൊന്നുമില്ല, ചില്ലറ പണികളൊക്കെ അമ്മയ്ക്ക് വെയ്ക്കണെന്തിയെ ചെയ്തു തരും കേട്ടോ. വീടിൻ്റെ പിൻഭാഗത്തൊക്കെ ആകുമ്പോൾ അത്ര പെർഫെക്ഷൻ വേണമെന്നൊന്നുമില്ലല്ലോ. അപ്പം അമ്മ അത് ചെയ്തു തരണം. അപ്പം അമ്മ മെയിനും ഞാൻ കയ്യാളുമാണ്. അപ്പോൾ ഞങ്ങൾ ഇത് ചെയ്യണ കണ്ട രസത്തിൽ മോള് കൂലിയൊക്കെ കഴിഞ്ഞ് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ വിചാരം വളരെ സിമ്പിളാണ്. അവള് പറഞ്ഞു അമ്മ തോട്ടം നനയ്ക്കാൻ പൊക്കോളൂ, ഞാനിത് സിമൻറ്റ് കൂട്ടിയിട്ട് അമ്മമ്മയ്ക്ക് കൊടുത്തുകൊണ്ട് എന്ന്. അങ്ങനെ അവൾ അതിൽ കൈവച്ചിട്ട് ആകെ കുറച്ച് സാധനം ഉള്ളൂ. സിമെന്റ് ഒരു 2 കിലോ ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഈ പൊടി ഉണ്ടല്ലോ, മണലിന് പകരം ഉപയോഗിക്കുന്ന പൊടി, അതൊന്നും ഇല്ല. ഉള്ളത് കുറച്ചിൽ ആകെ മണ്ണും പൊടിയായിട്ട്. അപ്പം അതിൽ നിന്ന് നല്ലത് കുറച്ച് അമ്മ അങ്ങനെ തരിച്ചെടുത്തതാണ്. അപ്പം അതുകൊണ്ട് പൊടിയും അധികം ഇല്ല. മോളാണെങ്കിൽ അത് കുഴയ്ക്കാന്ന് പറഞ്ഞിട്ട് വെള്ളം ഒരുപാട് ഒഴിച്ചു കേട്ടോ. എന്നിട്ട് ഇപ്പം ആകെ സിമെന്റിൽ വെള്ളം കൂടിയിട്ട് ടൈൽസ് ആദ്യത്തെ ഒരു ടൈൽസ് വെച്ചു. പക്ഷെ ടൈൽസ് വെള്ളത്തിൽ താഴെയാണ്. വെള്ളം ഒരുപാടായി കുഴച്ചതിൽ. സിമെന്റ് കൂട്ടിയിൽ വെള്ളം ഒരുപാട് മോള് കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ടൈൽസ് വെക്കുമ്പോൾ ടൈൽസ് വെള്ളത്തിലേക്ക് പോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് സിമെന്റിന്റെ പൊടി അതിലിങ്ങനെ വെതറണത് കണ്ടിട്ടുണ്ടല്ലോ പണിക്കാരൊക്കെ, എന്താണ് അത് ചെയ്യണമെന്നൊന്നും അറിയില്ല. പക്ഷെ നമ്മളും അവർ ചെയ്യണത് കണ്ടിട്ട് നോക്കി നിൽക്കുമ്പോൾ ഞാൻ അമ്മോട് കുറച്ച് സിമെന്റിന്റെ പൊടി അങ്ങോട്ട് വെതറിയാലോ എന്ന്. എന്നിട്ട് കുറച്ച് സിമെന്റ് പൊടിയൊക്കെ വെതറിയിട്ടും കാര്യമൊന്നുമില്ല, വെള്ളം കൂടുതലാണ് കുഴച്ചതിൽ. അങ്ങനെ ഞങ്ങൾ മാറ്റിയും തിരിച്ചും മറിച്ചും ടൈൽസ് വെച്ച് നോക്കുന്നുണ്ട്. ഒക്കെ ഒരുപോലത്തെ കഷ്ണങ്ങളല്ല, പൊട്ട് കഷ്ണങ്ങളല്ല, വലുതും ചെറുതും ചെറിയ പീസും ഒക്കെയാണ്. അപ്പം അത് നോക്കുകയാണ്. ഒരുപാട് നേരമായിട്ടോ തിരിച്ചും മറിച്ചും വെക്കുന്നത്. വീഡിയോ കുറച്ചേ ഉള്ളൂങ്കിലും ഞങ്ങൾ വൈകുന്നേരത്തെ ചായ കഴിഞ്ഞപ്പോൾ ഇറങ്ങിയ പണിയാണ്. പിന്നെ രാത്രിയാണ് കേട്ടോ അവിടുന്ന് കയറിയത്. അമ്മയുടെ അന്നത്തെ ഫോൺ ചെയ്യലൊക്കെ മുടങ്ങി. അതൊക്കെ പിന്നെ രാത്രിയാണ്. മേലൊക്കെ കഴുകി പോയിട്ട് പിന്നെ രാത്രിയാണ് അമ്മ ഫോൺ ചെയ്യാനൊക്കെ നിന്നത്. അപ്പോൾ ഒരുപാട് നേരം അമ്മ വെച്ച് നോക്കിയിട്ടും ഒന്നും ശരിയാവണില്ല. കഷ്ണങ്ങൾ അങ്ങോട്ട് തികയില്ല. പിന്നെ മോള് ടൈൽസിന്റെ ചെറിയ കഷ്ണങ്ങളൊക്കെ കല്ലിൽ പോയിട്ട് ഒരടിക്ക് പൊട്ടിച്ചു കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണ് സൂക്ഷിക്കാതെ ആ പണി ചെയ്യാനും പറ്റില്ല, കണ്ണിലേക്കോട്ട് തെറിച്ചാലും. അപ്പോൾ അങ്ങനെ അതൊക്കെ പൊട്ടിച്ച് കുറച്ച് കഷ്ണങ്ങളൊക്കെ പൊട്ടിച്ചു കൊണ്ടുവരുന്നുണ്ട്. എങ്ങനെങ്കിലും ഒന്ന് ഇത് വൃത്തിയാക്കിയിട്ട് ഒന്ന് കുറച്ചൊരു ഭംഗിയാക്കി എടുക്കാമെന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ. പണിക്കാർ ചെയ്യണ പോലെ ഏറ്റവും പെർഫെക്ഷനായി കിട്ടുമെന്നൊന്നും വിചാരിച്ചിട്ടല്ല. പിന്നെ എല്ലാ ജോലിക്കും ആൾക്കാരെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളല്ലേ. മൊത്തം ഭാഗമൊന്നും വൃത്തിയാക്കുന്നില്ലല്ലോ. ഇതിൻ്റെ ഈ കുണ്ടിൻ്റെ ഉള്ളിൽ മാത്രം ഒന്ന് ടൈൽസ് ഇട്ടിട്ട് വൃത്തിയാക്കി എടുക്കണമെന്ന് മാത്രമുള്ള ടൈൽസ് വെച്ചിട്ട്. അങ്ങനെ അമ്മ ഒടുക്കം ഒരുവിധം ഒന്ന് ശരിയാക്കി എടുക്കുമ്പോൾ ഈ പൊട്ടിയ സ്ഥലത്തൊന്നും പിന്നെ വെക്കാനൊരു നിവൃത്തിയില്ല. എങ്ങനെയും വെച്ചാലും അതൊന്നും ശരിയായി കിട്ടണില്ല കേട്ടോ. അപ്പം ഏട്ടനാണെങ്കിൽ കാലിൽ മുറിയായിട്ട് അപ്പം അങ്ങോട്ട് വന്നൊന്ന് നോക്കി പോകുന്നല്ലാതെ ഹെൽപ്പിനൊന്നും ചെയ്യാനും പറ്റണില്ല. ഷുഗറും ഉണ്ട്. അപ്പം ഇനി വെള്ളമൊക്കെ ആയി മുറി അധികം പഴുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ച് ഉമ്മർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ഞങ്ങളെ ഒന്ന് നോക്കുക, പോവുകയൊക്കെ. അപ്പം എങ്ങനെയാലും ഈ ഗ്യാപ്പ് അങ്ങോട്ട് ഫില്ലാവണില്ല കേട്ടോ. ഒടുക്കം ഞാൻ പല പൊട്ടിയ ചെറിയ കഷ്ണങ്ങളൊക്കെ കൊണ്ടുവച്ചു. ഈ ടൈൽസിന്റെ കഷ്ണം വെക്കുമ്പോൾ അത് ബാക്കി ഭാഗത്ത് ടൈൽസ് ഉണ്ടല്ലോ, ഒരു സ്ഥലത്ത് മാത്രമല്ല കുണ്ടായിട്ടുള്ളൂ, അവിടെ വെക്കുമ്പോൾ പൊങ്ങി നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ വെള്ളം അത് കൂടെ അപ്പുറത്തേക്ക് മറഞ്ഞു വരില്ലല്ലോ. നമ്മളിത് ശരിയാക്കി വെച്ചാലും വെള്ളം ഇങ്ങോട്ട് കടന്നു വരില്ല. അപ്പം അത് ഒരു ഭാഗം പൊന്തിയിട്ട് മറ്റേ ഭാഗം താണിട്ട് സെറ്റായിട്ട് ഇരിക്കുന്നു.
അപ്പൊ ഈ ചെറിയ ചെറിയ പൊട്ട് കഷ്ണങ്ങളൊക്കെ കൊണ്ടുവന്ന് അതിൽ നോക്കുമ്പോൾ വെള്ളത്തിൽ അങ്ങോട്ട് താണു പോവുകയാണ് കേട്ടോ. ഒടുക്ക ഞാൻ അതെല്ലാം പൊളിച്ച് മാറ്റി രണ്ടാമതൊന്ന് സെറ്റ് ചെയ്ത് എങ്ങനെയോ അത് സെറ്റാക്കി ഞാൻ വെച്ചു. അമ്മ ഒപ്പം എല്ലാറ്റിനും കട്ട സപ്പോർട്ടായിട്ട് അമ്മ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് ഒരുവിധം ഞങ്ങൾക്ക് വയ്ക്കും പോലെ പൈസയൊന്നും ചെലവില്ലാതെ ചെറിയ ഒരു പരിപാടി. അപ്പൊ ആ വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പൊ എനിക്ക് ഇനി വീടിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന തെങ്ങൊക്കെ തിരിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇടയ്ക്ക് പോയിട്ട് ഓരോ തെങ്ങിന്റെ ചോട്ടിലേക്കും മോട്ടർ അടിച്ചിട്ടിട്ട് വരുന്നുണ്ട്. പിന്നെ ഒന്ന് പോയിട്ട് തെങ്ങിന്റെ ചോട്ടിന്ന് പൈപ്പ് നീക്കിയിടും. അങ്ങനെ 2 ജോലിയും കൂടി ഒപ്പം നടത്തുന്നുണ്ട്. ഇത് ഞാൻ പിന്നെ പൊളിക്കാതെ രക്ഷയില്ല, എങ്ങനെ ആ വെള്ളത്തില് നിൽക്കണില്ല. അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് അങ്ങോട്ട് പൊളിച്ചു മാറ്റി വീണ്ടും ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്ത് വെച്ചു. കുഴപ്പമൊന്നുമില്ല. പിറ്റേന്ന് രാവിലെ ഞാനത് ഉപയോഗിക്കുമ്പോൾ വെള്ളമൊക്കെ നന്നായി പുറത്തേക്ക് പൈപ്പിലേക്ക് ഒഴുകി പോകുന്നുണ്ട്. കാണാൻ കുറച്ചൊരു വൃത്തികേട് ഉണ്ടെന്നേ ഉള്ളൂ. എന്നാലും ആദ്യം നിന്നേക്കാൾ ഒന്നും കൂടി ബെറ്റർ ആയിട്ടുണ്ട്. പൊട്ടിയിട്ടല്ല ആദ്യം കിടന്നിരുന്നു. ഇപ്പൊ പിന്നെ ടൈൽസ് വെച്ചൊക്കെ ഒന്നും കൂടി ബെറ്റർ ആയിട്ട് തന്നെ നിൽക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. വെള്ളവും നന്നായിട്ട് ഒഴുകി പുറത്തേക്ക് പോകും. അപ്പൊ അങ്ങനത്തെ കുറച്ച് അമ്മയുടെ കുറച്ച് കലാപരിപാടികളാണ് കേട്ടോ. അപ്പൊ അമ്മോട് ഞാൻ പറയുന്നുണ്ട്, സിമെന്റ് കൈകൊണ്ട് തൊടരുത്, തൊട്ടുണ്ടെങ്കിൽ കൈ പൊള്ളൂല്ലോ, സിമെന്റിന് ഉറള്ള സിമെന്റാണ്, അപ്പൊ അത് കൈ പൊള്ളുന്ന് പറയുന്നുണ്ട്. അപ്പൊ അമ്മക്ക് ഒരു കവറൊക്കെ കിട്ടി, പ്ലാസ്റ്റിക്കിന്റെ കവറൊക്കെ കിട്ടി. അപ്പൊ അതിൽ എയർ കുടുങ്ങിയിട്ട് പിന്നെ അമ്മയ്ക്ക് അത് ഓരോ ടൈൽസും പിടിക്കാനൊക്കെ പണിയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീർത്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് അമ്മ പ്ലാസ്റ്റിക്കിന്റെ കവർ കഴിയുമ്പോൾ അഴിച്ചിട്ടു കേട്ടോ. ഭാഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല. വലിയ ഇതുള്ള സിമെന്റ് ഒന്നും അല്ലാന്ന് തോന്നുന്നില്ല. ഞങ്ങൾക്കിപ്പോ കൈ കൊണ്ട് തൊട്ട പണി കിട്ടിയിരുന്നു. പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല, അമ്മയ്ക്കൊരു കുഴപ്പവും ഉണ്ടായില്ല. അങ്ങനെ അത് ഒരുവിധം ഞങ്ങൾ എടുത്തിട്ടും വെച്ചിട്ടും ഒരുപാട് നേരം മെനക്കെട്ടിട്ട് എന്തായാലും മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ എന്ന് വിചാരിച്ച് ഞങ്ങൾ അതങ്ങോട്ട് സെറ്റാക്കി എടുത്തു. പിന്നെ നമ്മൾ പരസ്യം പറയണ പോലെ ചിലവരുടെ ശരിയാവും, ചിലവരുടെ ശരിയാവില്ല എന്ന് പറയണത് ഞങ്ങൾ ഒരുവിധം ശരിയാക്കി എടുത്തു തന്നെയാണ് എനിക്ക് പിറ്റേ ദിവസം കണ്ടപ്പോൾ തോന്നണത്. ചില സ്ഥലത്ത് ടൈൽസ് ഇല്ലാതെ വെറും സിമെന്റ് മാത്രമാണ് ഉള്ളൂ. ചില സ്ഥലത്താണ് മുഴുവൻ ടൈൽസും ഒട്ടിച്ചുള്ളൂ. ഒടുക്ക ഞാനിത് ഇതേപോലെ അത് ആ ഒരു ഭാഗം അങ്ങോട്ട് സെറ്റ് ചെയ്തെടുത്തു കേട്ടോ. എല്ലാതും ഒരേപോലെ ടൈൽസ് വെച്ചിട്ട് അങ്ങോട്ട് സെറ്റാക്കി എടുത്തു. 1ഉം 2ഉം പ്രാവശ്യം വെക്കലും മാറ്റലും കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഫൈനലായിട്ട് ഈ ഒരു ഇതിലേക്ക് അങ്ങോട്ട് നിർത്തിയത് കേട്ടോ. അങ്ങനെ അമ്മേനെ ഹെൽപ്പ് ചെയ്ത് ഞാനും കുറച്ചൊക്കെ പണികൾ പഠിച്ചു വരികയാണെന്ന് ഞാൻ പറഞ്ഞു. അമ്മോട് തമാശ രൂപേണ അവന് പറയുന്നുണ്ട്. അങ്ങനെ ഓരോന്നോരോന്ന് അങ്ങോട്ട് വെച്ച് എങ്ങനെയും പൊട്ടിയ കഷ്ണങ്ങളൊക്കെ അവിടെയും ഇവിടെയൊക്കെ വെച്ച് സെറ്റാക്കി എടുത്തു. ഇപ്പൊ കാണാൻ തെറ്റില്ല, ഉപയോഗിക്കാനും സൂപ്പറാണ്. വെള്ളം പുറത്തേക്ക് നന്നായിട്ട് ഒഴുകി പോകും. അമ്മ ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ ഈ പണി ചെയ്ത്. നമുക്ക് എന്തിനും മുന്നിട്ടിറങ്ങാൻ ഒരാളുണ്ടെങ്കിൽ ആണ് അത് ശരിയാവുള്ളൂ. അപ്പൊ അമ്മേനെ മുൻകൈ എടുത്തിട്ട് അമ്മ ആദ്യം തന്നെ ചായ കുടി കഴിഞ്ഞപ്പോൾ അതിലേക്കാണ്ട് ഇറങ്ങിയപ്പോ പിന്നെ ഞാനും അമ്മേനെ അങ്ങോട്ട് സഹായിച്ചു. ഇല്ല വെച്ചാൽ ഞാൻ വല്ല തോട്ടം തിരിക്കലോ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയിരുന്നു. അപ്പൊ അമ്മയും കൂടി. അപ്പൊ അത് കണ്ടപ്പോ മോൾക്ക് ഇൻട്രസ്റ്റ്, അവള് വന്ന് അതൊന്ന് അവൾക്ക് വെക്കണ പോലെ ഒന്ന് കൊളാക്കി തന്നു. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ഉമ്മർത്തൊക്കെ പോയിരുന്ന് മേലൊക്കെ കഴുകി ഉമ്മർത്തൊക്കെ പോയിരുന്ന് നമ്മുടെ ഫോൺ ചെയ്യലും പരിപാടികളും ഒക്കെ ഒരു പുറത്ത് കൂടെ നടന്നു. പിന്നെ അങ്ങനെ രാത്രി വരെയുള്ള വിശേഷങ്ങളാണ്. അപ്പൊ അമ്മ ഉള്ളതുകൊണ്ടാണ് ഇതൊന്നത് സെറ്റായി കിട്ടിയത്. അപ്പൊ അതൊക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞാൻ എടുത്തതാണിത്. കുഴപ്പമൊന്നുമില്ല, നല്ല വൃത്തിയായിട്ടൊക്കെ ഉണ്ട്. കുറച്ച് ഭാഗത്ത് സിമെന്റ് ഉണ്ടെങ്കിലും കാണാൻ ഭംഗിയില്ലെങ്കിലും ഉപയോഗിക്കാൻ സൂപ്പറാണ് കേട്ടോ. അപ്പൊ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ.